ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസി ഉബൈദ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു തലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിൻ്റെയും കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു മൺചട്ടിയാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. മൺചട്ടി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒരു 4 ടീസ്പൂണൊക്കെ കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് നല്ല പോലെ പൊട്ടി വരട്ടെ. ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ഒരു 10-20 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ ചതക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള കറികൾക്ക് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളെ വീഡിയോ നമ്മൾക്ക് ഈ ഒരു ടൈമിൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യമായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് അവിടെ നല്ല ഒന്നിങ്ങനെ ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളുമാണ്, നമുക്കതൊന്ന് റെഡിയാക്കിയെടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 3 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു 1.5 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കാശ്മീരി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാനാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി കാശ്മീരി പൗഡർ ഇല്ലെങ്കിൽ മുളക് പൊടി തന്നെ, സാധാ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 സ്പൂണ് ഞാൻ മുളക് പൊടി ചേർത്തത് 1 സ്പൂണ് ചേർത്തിട്ട് ബാക്കി കാശ്മീരി ചില്ലി തന്നെ ചേർക്കാം. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ളൊരു എരിവൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് വറുത്ത് വരാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾക്കിതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മളെ ഉള്ളിയൊക്കെ അവിടെ സിമ്മിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്യാം, ഒന്ന് ചട്ടിയിലാണല്ലോ, അത് ഫ്ലെയിം ഓഫാക്കിയാലും അതില്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ അത് ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ഇതായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്ത്, അപ്പോൾ മിക്സി കഴുകിയിട്ടുള്ള 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത്. പിന്നെ ഒരു 4-5 കുടംപുളി ചെറിയ കഷ്ണം കേട്ടോ, പുളി കൂടി പോകണ്ട. അപ്പോൾ ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി അതിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയാണ്, തക്കാളി ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തതാണ്. അതുകൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ അടച്ച് വെച്ചിട്ട് ആ മസാലകളൊക്കെ നല്ല ഒന്ന് വെന്ത് വരട്ടെ. നമുക്കൊന്ന് നല്ല ഒന്ന് വേവിച്ചെടുക്കാം. കുടംപുളി ഇഷ്ടമില്ലാത്തവർക്ക് വാളംപുളിയും ചേർക്കട്ടെ. വാളംപുളി ചേർത്തിട്ട് ചെയ്യാം. കുടംപുളി ആകുമ്പോഴാണ് നമ്മളെ വയറിനൊക്കെ നല്ലത് കുടംപുളിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ മീൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏത് മീൻ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യട്ടെ. അയിലയാണെങ്കിൽ അങ്ങനെ, ഇത് നമുക്ക് ചൂരമീൻ എന്ന് പറയും. ആ ഒരു മീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അയില അതുപോലെ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം. കറി ഇങ്ങനെ മീനിൻ്റെ ആ തല ഇങ്ങനെ മുങ്ങിക്കെടുക്കാൻ മാത്രം അത്രയും വെള്ളം വേണം, എന്നാലേ മീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. വെള്ളം കുറവുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഒന്ന് നല്ല വറ്റി നല്ല ഒന്ന് കുറുകി വരും ഇത്. അപ്പോൾ പിന്നെ കൂടുതൽ ഇങ്ങനെ കറി വേണം എന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു പാകത്തിനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ല വറ്റി ഒന്ന് വരുമോ, നല്ല ഒന്ന് വെന്ത് വരുമോ, ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് കറി ഒന്നുകൂടി വറ്റും കേട്ടോ. ഇപ്പോൾ ഞാനൊരു 1/4 സ്പൂണ് ഉലുവ പൗഡറാണ്, ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ മീനും ഇട്ടല്ലോ. പിന്നെ ചൂരമീനിൻ്റെ തലയാണ് ഞാൻ ഇവിടെ കറി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. എല്ലാ മീനിൻ്റെ തല വെച്ചിട്ടും ചെയ്യാം. എന്നിട്ട് നല്ലപോലെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അയിലത്തല എന്ന് തന്നെ വീണ്ടും പറയുന്നത് കേട്ടോ, സോറി.
നമ്മളെ മീൻതല ഇവിടെ എന്താ നല്ല പോലെ സെറ്റായിട്ട് കറി വന്നിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പർ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ അയലത്തലാന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ വായയിൽ വരുന്നെന്താണ്, അയലത്തല വെച്ചിട്ടും ഈ ഒരു ഇത് ചെയ്യാന്നുള്ളത് പറയാനിരുന്നേ. അപ്പോൾ അതും പിന്നെ സൂപ്പർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.